സർ, തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ സെക്കൻഡ് ഫേസും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ തദ്ദേശം വരുന്നതിന് മുമ്പ് തന്നെ വളരെയധികം വിവാദപരമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, ശബരിമല കൊള്ള വന്നിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഇപ്പുറത്തെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ഭരണവിരുദ്ധ വികാരമുണ്ട്, തൊഴിലില്ലായ്മയുണ്ട്, അങ്ങനെ അനവധി വിഷയങ്ങൾ, വിലക്കയറ്റമുണ്ട്, അങ്ങനെ അനവധി വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജനങ്ങളുടെ മനസ്സിലേക്ക് ഇത് ഏതാണ് എത്തപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതും അറിയില്ല. ഇതിൻ്റെ ഒരു ആകെത്തുക എന്ന് പറയുന്നത് ഇത് എങ്ങനെയായിരിക്കും സ്വാധീനിച്ചിട്ടുണ്ടാവുക? ഇത് എങ്ങനെയായിരിക്കും ഒരു പോളിങ്ങിനെയൊക്കെ ബാധിച്ചിട്ടുണ്ടാവുക? ഫസ്റ്റ് ഫേസ് പോളിംഗ് ശതമാനം കുറഞ്ഞു. പോളിംഗ് ശതമാനം കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വിഭാഗം അവർ ആക്റ്റീവായിട്ട് വന്ന് ആർക്കു വേണ്ടിയും വോട്ട് ചെയ്തിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ പോളിംഗ് ശതമാനം പെട്ടെന്ന് കൂടി വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാവുന്നൊരു കാര്യം, ഏതെങ്കിലും ഒരു വിഭാഗം ആർക്കോ വേണ്ടി അല്ലെങ്കിൽ ആർക്കോ അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ ഒരുമിച്ച് വന്ന് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ബീഹാർ തിരഞ്ഞെടുപ്പിലൊക്കെ നമ്മളത് കണ്ടതാണ്. എല്ലാ തിരഞ്ഞെടുപ്പുകളിലും അങ്ങനെയുണ്ട്. അതിങ്ങനെ ഒരു വിഭാഗം വന്നിട്ട് ഇങ്ങനെ വോട്ട് ചെയ്യുന്ന സമയത്ത് പോളിംഗ് കൂടി വരും. ഇവിടെ അങ്ങനെ ഒരു പോളിംഗ് കൂടിയിട്ടില്ല. പോളിംഗ് കൂടിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം വോട്ടർമാർ ഈ വിഷയങ്ങളോടൊക്കെ ഒരുതരം നിസ്സംഗത പാലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ചുരുങ്ങിയത് ഒരു 25-30% വോട്ടർമാർ ഈ വിഷയങ്ങളോട് നിസ്സംഗത പാലിച്ചിട്ടുണ്ട്. ബാക്കി 70% വോട്ടർമാരായിരിക്കും ശരാശരി ഇതിനകത്ത് വോട്ട് ചെയ്തിട്ടുള്ളത്. ചിലപ്പോൾ ഇതിന് ഫൈനൽ ഫിഗർ വരുമ്പോൾ ചിലപ്പോൾ 72, 75 ഒക്കെ വന്നേക്കാം. അപ്പോഴും 25% വോട്ടർമാർ തീർത്തും ഇതിനകത്ത് ഒരു നിസ്സംഗത പാലിച്ചു എന്നുള്ളതാണ്. ആ സമയത്ത് കഴിഞ്ഞ വർഷത്തേക്കാൾ ഒരു 10% വോട്ട് കൂടിയിരുന്നെങ്കിൽ നമുക്ക് ഇതിൽ ഏതൊക്കെയോ ആളുകളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് പറയാമായിരുന്നു. ഇപ്പം അത് നമുക്ക് പറയാൻ നിവൃത്തിയില്ലാത്ത ഒരവസ്ഥയിലാണ് ഇരിക്കുന്നത്. ആൻറ്റി ഇൻകംബൻസി ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശരിയാണ്, ആൻറ്റി ഇൻകംബൻസിയോട് കാണിക്കുന്ന ഒരു ജനം വന്നിട്ട് വോട്ട് ചെയ്യേണ്ടായിരുന്നു. അവർ വന്ന് വോട്ട് ചെയ്തിട്ടില്ല. ഈ ശബരിമല പ്രശ്നം ഇവിടെ കത്തിക്കാളി എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ശബരിമല പ്രശ്നത്തിൻ്റെ പേരിൽ ഇപ്പോൾ നമ്മൾ 19 ഇലക്ഷനിൽ കണ്ട രീതിയിൽ ആളുകൾ വന്നിട്ട് വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായേനെ. അതും അങ്ങനെ ഒരു സംഗതിയും വന്നിട്ടില്ല. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ആകെ അതിനകത്ത് കാണാവുന്ന കാര്യം സ്ത്രീ വോട്ടർമാർ അധികം ഉണ്ടായിരുന്നു. അപ്പോൾ അവരതിനെങ്ങനെ കാണുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ അതെല്ലാം ഒരു തെരഞ്ഞെടുപ്പിൽ സ്വാധീനം ചെലുത്തുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ അങ്ങനെ അതിൻ്റെ പേരിൽ ഈ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചതിൻ്റെ പേരിൽ ഒരാളും തിരഞ്ഞെടുപ്പിൽ അങ്ങനെ തോറ്റിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഞാൻ അതിൻ്റെ ഇത് പറയുന്നതല്ല. ആകെ 3 പേർക്ക് എന്തെങ്കിലും നഷ്ടം വന്നിട്ടുള്ളൂ. ഒന്ന് PT ചാക്കോയ്ക്കും, അതിനുശേഷം KM മുരളീധരനും, പിന്നീട് PK കുഞ്ഞാലിക്കുട്ടിക്കും. അല്ലാതെ ഈ ആരോപണം വന്നതിൻ്റെ പേരിൽ ഒരാൾക്ക്, ഇപ്പോൾ മുകേഷ് 2ാമത്തെ തെരഞ്ഞെടുപ്പിലും വൻ ഭൂരിപക്ഷത്തിന് തന്നെ ജയിച്ചു വരികയാണ് ചെയ്തത്. ഗണേശൻ അതുപോലെ തന്നെയാണ്. പിന്നെ സരിത കേസിൽ പേര് പരാമർശിച്ചപ്പെട്ട 11 പേരും അതുപോലെ തന്നെ ജയിച്ച് വരികയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിനുശേഷം എല്ലാ പാർട്ടികളിൽ നിന്നുള്ളവർക്കും ഇതൊന്നും ഒരു തെരഞ്ഞെടുപ്പിൽ അവരെ തോൽപ്പിക്കത്തക്ക വിഷയമാണ് ഇതെന്ന് വോട്ടർമാർ കരുതുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ സൂചന. അപ്പോൾ അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവും അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായിട്ട് പരിഗണിക്കുക അല്ലെങ്കിൽ അത് ബാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അത് ഒരു പാർട്ടിയുടെ മുറയിൽ അത് നശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. കാരണം ഒരു പാർട്ടിക്കും ഇത്തരത്തിലുള്ളൊരു പ്രിഡേറ്ററെ താങ്ങാനുള്ള കെൽപ്പില്ല. കാരണം അതിങ്ങനെ വെച്ചുകൊണ്ട് വരാതെ ഇരിക്കുകയും അവർ പിന്നെ കഴിയുന്നത്ര വേഗത്തിൽ, അവർക്ക് കഴിയാവുന്ന അത്രയും വേഗത്തിൽ അവരതിനെ പുറത്താക്കുകയൊക്കെ ചെയ്ത് അവരിൽ നിന്ന് തടിതിപ്പി നിൽക്കാനുള്ളൊരു ശ്രമം നടത്തി. അപ്പോൾ പിന്നെ വിലക്കയറ്റവും ബാക്കി കാര്യങ്ങളുമാണ് സ്വാധീനിക്കേണ്ടത്. പക്ഷേ അതെന്ന് പറഞ്ഞാൽ വിലക്കയറ്റം ഇപ്പോൾ സ്വാധീനിക്കാത്തതിൻ്റെ അവസ്ഥ വരുന്നത് എന്താണെന്ന് വെച്ചാൽ അത് മോദിയാണ് അതിൻ്റെ കാരണം. കാരണം എല്ലാവർക്കും മോദിയുടെ അരി കൊടുക്കുന്നുണ്ട്. 35 കിലോ മറ്റോ അരി ഒരാഴ്ചയിലോ എത്ര കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ മോദിയുടെ സൗജന്യമായിട്ട് ലഭിക്കുന്ന അല്ലെങ്കിൽ വില കുറഞ്ഞ് ലഭിക്കുന്ന അരി ഉള്ളതിൻ്റെ പേരിൽ വിലക്കയറ്റം കാര്യമായിട്ട് ആളുകളെ ബാധിക്കുന്നില്ല. അരിയിൽ വില കൂടുകയും ബാക്കി പ്രധാനമായിട്ട് ഇന്നത്തെയും ഭക്ഷണ അരി തന്നെ, അരിയും ഗോതമ്പും ഒക്കെയാണ്. അപ്പോൾ അതിനൊക്കെ വില കുറഞ്ഞ് കിട്ടുന്നത് കാരണം, അത് സൗജന്യമായിട്ട് കിട്ടുന്നത് കാരണം ഈ വിലക്കയറ്റം വലിയ രീതിയിൽ കത്തിപ്പടരുന്ന ഒരു പ്രശ്നമായിട്ട് തീരുന്നില്ല.
പിന്നെ ആൻറ്റി ഇൻകംബൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര ശതമാനം ഉണ്ടാകും എന്നുള്ള കാര്യം നമുക്കിപ്പോൾ പറയാനും പറ്റുന്നില്ല. ഇതാണ് ഇതിൻ്റെ ഒരു പൊതുവായിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം. പിന്നെ ട്രഡീഷണൽ വോട്ടേഴ്സ് അവരുമാണ് ഇപ്പോഴും വന്ന് വോട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ എടുക്കാം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്താണ് അതിൻ്റെ ഒരു ഫിഗർ എങ്ങനെ വരുന്നത്? ഇത്തവണ 67.47% ജില്ലയിലാകെ. തിരുവനന്തപുരം ജില്ലയിലാകെ. കോർപ്പറേഷനിലോ? കോർപ്പറേഷനിൽ ഇത്തവണ 58.24%. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ 1%-ലേറെ കുറവാണ് വന്നിട്ടുള്ളത്. അപ്പോഴും അവിടെ ഒരു കൂടുതൽ ഉണ്ടായിട്ടില്ല. വോട്ട് കുറയാൻ പല കാരണങ്ങൾ കാണാം. പക്ഷേ എന്തായാലും ശരിയാണ്, ഏതെങ്കിലും ഒരു വിഭാഗം ജനങ്ങൾ, അപ്പോൾ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 40% പേര് തിരുവനന്തപുരം കോർപ്പറേഷനിൽ പങ്കെടുത്തിട്ടില്ല. അതാണ് നമ്മൾ കാണേണ്ട ഒരു കാര്യം. 40% പേര് ഈ വോട്ടിംഗ് പാറ്റേണിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്ന, ഇൻഡിഫറൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് നടന്നിട്ടുള്ളത്. ബാക്കിയുള്ളവരുടെയാണ് ഇതിനകത്ത് വരുന്ന കാര്യം. അപ്പോൾ അവർ വരുന്ന സമയത്ത് അത് ഏത് തരത്തിലുള്ളൊരു മാറ്റം ഉണ്ടാക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം 59% വോട്ട് ചെയ്തതിൽ ഈ പ്രാവശ്യം 1% കുറവാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ആ 1% ആരുടെയെങ്കിലും പ്രത്യേകമായി കുറഞ്ഞതാണെന്ന് നമുക്ക് പറയാനും നിവൃത്തിയില്ല. അപ്പോൾ ആകെ കൂടി വരുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു റിസൾട്ട് സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് പ്രവചനത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. ഇപ്പോൾ ആകെ മൊത്തം കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാലും ഇതൊക്കെ തന്നെയാണ്. പിന്നെ അതിനേക്കാളെല്ലാം ഉപരി ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം, രാഷ്ട്രീയത്തെക്കാൾ ഉപരിയായിട്ട് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ സ്വാധീനം വ്യക്തിപരമായിട്ട് വലിയ ഘടകമാണ്. ഇപ്പോൾ ഒരു വാർഡിൽ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടൊരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നു. അയാളുടെ കുടുംബത്തിനൊരു 10-400 വോട്ട് ചില തറവാട്ടുകാർക്കൊക്കെ ഉണ്ടാകും, ഒരുമിച്ച് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഉണ്ടെന്നുണ്ടെങ്കിൽ ആ 400 വോട്ട് കിട്ടിയാൽ ജയിച്ചു പോകും. അപ്പോൾ അയാൾ ഏത് പാർട്ടിയിൽ നിൽക്കുന്നു എന്നതനുസരിച്ചിട്ട് ആ ജയം വരും. അതൊരു രാഷ്ട്രീയ വിജയമല്ല, അത് ആ സ്ഥാനാർത്ഥിയുടെ കുടുംബ വിജയമായിട്ടേ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷനിൽ എപ്പോഴും ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പിന്നെ രണ്ടാമത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി അംഗമായിരിക്കുന്നവർക്കുണ്ടല്ലോ, അവർക്ക് എപ്പോഴും ഒരു എഡ്ജുണ്ട്. കാരണം അവർ പല കാര്യങ്ങൾക്ക് വേണ്ടി കുടുംബങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പോകുന്നവരായിരിക്കും. ഒരുമാതിരി ഭേദപ്പെട്ട രീതിയിൽ മനുഷ്യരോട് പെരുമാറുന്ന ഒരുത്തനാണ് ആ മെമ്പർ എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഗുണം അവരുടെ പാർട്ടിക്ക് കിട്ടും. ഭയങ്കര വൃത്തികെട്ടവനാണെങ്കിൽ അതിൻ്റെ ദോഷവും ഉണ്ടായിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് ഈ നിലവിലുള്ള മെമ്പർക്ക് ഒരു എഡ്ജ് അതിനകത്ത് കിട്ടും. വിശേഷിച്ചും സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് വീണ്ടും മത്സരിക്കുകയും ചെയ്യാം. അപ്പോൾ അവർക്ക് ഒരു ജയസാധ്യത കൂടുതലായിട്ട് വരും. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരിക. അതല്ലാതെ ഒരു വലിയ രീതിയിലുള്ളൊരു മാറ്റം അത് ലോക്കൽ ബോഡി ഇലക്ഷനിൽ സംഭവിക്കുമെന്ന് ഞാൻ വ്യക്തിപരമായിട്ട് കരുതുന്നേയില്ല. അപ്പോൾ സാധാരണ ഇത്തരത്തിൽ പറയുമ്പോൾ CPM-നായിരിക്കുമല്ലോ മേൽക്കൈ ഉണ്ടാകാറുള്ളത്. അല്ല, ലോക്കൽ ബോഡി ഇലക്ഷനിൽ എല്ലാ കാലത്തും CPM-നൊരു മേൽക്കൈ ഉണ്ടായിട്ടുണ്ട്. ഇത്തവണ അത് അല്ല, അവർക്ക് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മറ്റ് പല പാർട്ടികൾക്ക് ഇല്ലാത്തൊരു ഗുണം അവർക്കുണ്ട്, ഗുണമോ ദോഷമോ. അതെന്താണെന്ന് വെച്ചാൽ ഈ വാർഡ് തലത്തിൽ ബ്രാഞ്ച് കമ്മിറ്റികളുണ്ട്. അവരുടെ പാർട്ടി ബ്രാഞ്ച് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അത് ഏറ്റവും താഴെ തട്ടിലുള്ള ഒരു സംഗതിയാണ്. ചിലപ്പോൾ ഒരു വാർഡിൽ 2-3 ബ്രാഞ്ചൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ ബ്രാഞ്ച് കമ്മിറ്റിയിലുള്ളവരും അവരുമായിട്ട് ഫെമിലിയർ ആയിട്ടുള്ളവരും ഒക്കെയാണ് ഇതിനകത്ത് മത്സരിക്കാനൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ ആ ബ്രാഞ്ച് കമ്മിറ്റിക്കാർക്ക് അവരുടെ ബ്രാഞ്ചിലുള്ള എല്ലാ ജനങ്ങളുമായിട്ട് ഏതെങ്കിലും തരത്തിൽ അനുകൂലമോ പ്രതികൂലമോ ആയ ഒരു ബന്ധം ഉണ്ടായിരിക്കും. എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ അവർ ഇടപെട്ടിട്ടുണ്ടാകും. ചിലത് അനുകൂലമായിരിക്കാം, ചിലത് പ്രതികൂലമായിരിക്കാം. പക്ഷേ എന്തായാലും അവരുടെ ഒരു ഇടപെടൽ അതിനകത്ത് ഉണ്ടായിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അതാണ് അവർക്കൊരു എഡ്ജ് കിട്ടാനുള്ള കാരണം. ബാക്കി പിന്നെ പല പാർട്ടികൾക്കും അത്തരത്തിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ അങ്ങനെ ഒരു രീതിയില്ല, ഒരു മൈക്രോ ലെവൽ ഓപ്പറേഷൻ ഇല്ല. ഇപ്പോൾ ഒരു ഉദാഹരണം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബീഹാർ തെരഞ്ഞെടുപ്പിൽ BJP ജയിക്കും എന്നുള്ള കാര്യം ഏതൊരു ചർച്ചയിൽ ഞാൻ പറഞ്ഞിരുന്നു. അത് BJP ജയിക്കുമെന്ന് പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ BJP ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്, ഒരു പാരഡൈം ഷിഫ്റ്റ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നെഹ്റുവിയൻ പാരഡൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാക്രോ ലെവൽ ഓപ്പറേഷനായിരുന്നു.
ഒരു നേതാവ് വരുന്നു, ആ നേതാവിൻ്റെ സ്വാധീനത്തിൻ്റെ പുറത്ത് ഇങ്ങനെ നിൽക്കുന്നു. ആ സ്വാധീനത്തിൻ്റെ പുറത്ത് നിന്ന് പോയിട്ട് അദ്ദേഹം വന്ന് പ്രസംഗിച്ചു പോകുന്ന ആളുകൾ പോയിട്ട് വോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിപ്പോൾ നേതാവുണ്ട്, മോദിയുണ്ട്. മോദിയാണ് കണ്ടേക്കണതിൽ ഏറ്റവും വലിയ രീതിയിൽ ഇത്രയേറെ ജനങ്ങളോട് നേരിട്ട് സംവദിച്ച ഒരു നേതാവും ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ ഒപ്പം വേറൊരു കാര്യമുണ്ട്. മോദി പ്രസംഗിച്ചു പോകുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ഒരു കാര്യമുള്ളത് എന്താണെന്നറിയാമോ? അവിടെ ഈ മൈക്രോ ലെവലിലുള്ള ഓപ്പറേഷൻ ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ബൂത്ത് ലെവലിലുള്ള സജീവമായ പ്രവർത്തനം വന്നിട്ടുണ്ട്. അതൊരു ഷിഫ്റ്റാണ്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അവർക്ക് ഇങ്ങനെ ഒരു സൗകര്യമുണ്ട് എന്നുള്ളത് കൊണ്ടുകൂടിയാണ് ലോക്കൽ ബോഡി ഇലക്ഷനിൽ എന്നും അവർക്കൊരു അപ്പർ ഹാൻഡ് കിട്ടും. സർ, ഒരു കാര്യം കൂടി ചോദിച്ചുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കാം. അതായത് ലോക്സഭ ഇലക്ഷനിൽ ബൂത്തുകളിലൊക്കെ വലിയ രീതിയിൽ BJPക്ക് ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രതീക്ഷ കൂടി മുന്നിൽ വെച്ചുകൊണ്ടാണ് BJP തദ്ദേശത്തിലും ഇറങ്ങുന്നത്. അല്ല, BJP ഈ പ്രാവശ്യം ഇപ്പോൾ ബാക്കി നോർത്ത് ഇന്ത്യയിലെ BJPയുടെ പ്രവർത്തനത്തിൽ ഈ മൈക്രോ ലെവൽ ഓപ്പറേഷൻ വളരെ ശക്തമായിട്ടുണ്ട്. അത്രയും ശക്തമായ ഒരു ഓപ്പറേഷൻ BJPക്ക് കേരളത്തിൽ ആയി തുടങ്ങിയിട്ടില്ല. ഈ പ്രാവശ്യമാണ് കേരളത്തിൽ എല്ലാ സ്ഥലത്തും കഴിയുന്നത്ര സ്ഥലത്ത് സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കണമെന്ന് പറഞ്ഞത്. അതായത് ഒരു BJP പ്രവർത്തകൻ ഒരു സ്ഥലത്തുണ്ടെങ്കിൽ ആ പ്രവർത്തകനെ നമ്മൾ സ്ഥാനാർത്ഥിയാക്കി നിർത്തി മത്സരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു അർത്ഥം എന്ന് വെച്ചാൽ ആ പ്രദേശത്തൊക്കെ പാർട്ടിക്ക് സ്വാധീനം ഉണ്ടെന്നുള്ളതല്ല. പക്ഷേ പാർട്ടിയുടെ ഒരു സാന്നിധ്യം ആ പ്രദേശത്ത് അറിയിക്കുക എന്നൊരു കൃത്യമാണുള്ളത്. പക്ഷെ അങ്ങനെ നോക്കുന്ന സമയത്ത് കേരളത്തിൽ സജീവമായിട്ട് പ്രവർത്തിക്കാവുന്ന ബൂത്തുകളുടെ എണ്ണം അത് നമുക്ക് ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്കുള്ള അത്രയും നമുക്കില്ല എന്നുള്ളൊരു വസ്തുതയാണ്. അതിലേക്ക് നമ്മൾ എത്തിച്ചേരണം. പക്ഷേ മറ്റ് പല സ്ഥലങ്ങളിൽ, ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലോ ബാക്കിയുള്ള സ്ഥലങ്ങളിലോ ഒക്കെ കർണാടകയിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ മൈക്രോ ലെവൽ കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നത് BJPക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ നമുക്ക് അത്രയും ആയിട്ടില്ല, അതൊരു വസ്തുതയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കിപ്പോൾ BJPക്ക് CPMന് കിട്ടുന്ന അത്രയും വോട്ടോ കിട്ടണമെന്നില്ല. പിന്നെ മറ്റവർക്ക് ചില പോക്കറ്റുകളും ചില ബേസും ഉണ്ട്. അവിടെ അവർക്ക് തീർച്ചയായിട്ടും അതിൻ്റെ വോട്ട് കിട്ടും. പക്ഷേ എന്നാലും BJP ഈ തെരഞ്ഞെടുപ്പിൽ വലിയൊരു മുന്നേറ്റം നടത്തും. ആ മുന്നേറ്റമാണ് BJPക്ക് ആകെ ഉറപ്പിക്കാവുന്ന ഒരു കാര്യം.